ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കും മോഹൻ താളിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുക. ദീപാവലി സ്പെഷ്യൽ റെസിപ്പി അത്. അപ്പോൾ ദീപാവലിക്ക് ഇടാനൊക്കെ ആയിട്ട് ലേറ്റ് ആയിപ്പോയി കേട്ടോ. വീട് വൃത്തിയാക്കലും പലഹാരം ഉണ്ടാക്കലും എല്ലാം കൂടെ ആയപ്പം ആകെ തിരക്കായിപ്പോയി. വീഡിയോ ഇടാൻ പറ്റിയില്ല, കുഴപ്പമില്ല കേട്ടോ. ഇത് സേവ് ചെയ്ത് വെച്ചൊരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നെക്സ്റ്റ് ദീപാവലിക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിക്കണം തോന്നുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അല്ലേ. നല്ല അടിപൊളി റെസിപ്പി, പെർഫെക്റ്റ് റെസിപ്പി. നമുക്ക് പുറത്തൊക്കെ ആണെങ്കിൽ കടയിലൊക്കെ കിട്ടത്തില്ലേ, സെയിം അതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ തരിയുള്ള കടലമാവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ തരിയുള്ള കടലമാവ് കൊണ്ടാണ് നമ്മൾ മിഠായി കടയിലൊക്കെ നമുക്ക് സ്വീറ്റ്സ് കടയിലൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് തരിയുള്ള കടലമാവ് കിട്ടുന്നില്ല, നിങ്ങൾ നമ്മൾ നോർമൽ കടലമാവ് എടുക്കുക. 400 ഗ്രാം എടുക്കുക. 100 ഗ്രാം അത് റവ, നമ്മൾ ഉപ്പ് ഉണ്ടാക്കുന്ന റവയില്ലേ, അതിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കാണെങ്കിൽ 500 ഗ്രാം, നമ്മൾ എത്ര മാവ് എടുക്കുന്നത് വെച്ചാൽ പൊടി എടുക്കുന്നത് വെച്ചാൽ അത്രയും തന്നെ നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ട്. 500 ഗ്രാം നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ 400 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഞാൻ കോയ എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിന് നമുക്ക് 100 ഗ്രാം 500 ഗ്രാം നെയ്യ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നില്ല, അതിന് നമുക്ക് 100 ഗ്രാം നെയ്യ് നമുക്ക് മാറ്റിയെടുക്കാം. എപ്പോഴും നെയ്യ് എടുക്കുകയാണെങ്കിൽ മെൽറ്റാക്കിയിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് ചൂടാക്കാനായിട്ട് വെക്കുക. ചൂടായി കഴിയുമ്പോൾ 100 ഗ്രാം നമ്മൾ പാലെടുത്ത് വെച്ചേക്കാം, അതും അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചൂടായ തിളച്ച പാലും നെയ്യും നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തവിയും കൊണ്ട് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കൈയും കൊണ്ടൊന്ന് തിരികെ നല്ലതായിട്ടൊന്ന് എല്ലായിടും എത്തുന്ന രീതി വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. എന്നാലേ നല്ലൊരു മോഹൻ താൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, കഴിച്ചവർക്കാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ഒരു തരിതരിപ്പ് പോലെ അതിരിക്കും. അപ്പോൾ അതുപോലെ വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് ആദ്യം നന്നായിട്ട് കുതിർന്ന് പാകത്തിനായി കിട്ടും കേട്ടോ. നല്ല സോക്ക് ചെയ്ത് ഈ പാലും നെയ്യൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ അതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ആദ്യം ഭയങ്കര ലിക്വിഡ് പോലെ തോന്നിയില്ലേ, ഇപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നമുക്കിപ്പോൾ വേണ്ട. ഇത് നമുക്കാണെങ്കിൽ വലിയൊരു അരിപ്പ എടുക്കാം. അരിപ്പയിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്കൊന്ന് എന്നുവെച്ചാൽ എല്ലാം തരികൾ ഇപ്പം വലിയ തരി ചെറിയ തരി അങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ അതുപോലെ പറ്റത്തില്ല കേട്ടോ. അതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കാണെങ്കിൽ മാവിൻ്റെ മൂപ്പ് ചിലയിടത്ത് പെട്ടെന്ന് മൂത്ത് ഇരിക്കും, അല്ലെങ്കിൽ നമ്മൾ വലിയ കട്ടകളൊക്കെ മൂക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ അരിപ്പ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇച്ചിരി വലിയ ഓട്ടമുള്ള അരിപ്പ എടുക്കുമ്പം അപ്പോൾ എല്ലാം തരി ഇതുപോലെ ഒരുപോലെ നമുക്ക് അയക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. ഇനി ബാക്കിയുള്ള 400 ഗ്രാം നെയ്യില്ലേ, അതിന് 1/4 കപ്പ് നമുക്കാണെങ്കിൽ ഒരു 1/4 കപ്പ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള നെയ്യ് മുഴുവൻ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ പൊടി അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കടലമാവ് മുക്കാൻ സമയം എടുക്കുകയാണ്. തെറുത്തി പിടിച്ചൊന്നും ചെയ്യല്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 തൊട്ട് 25 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, എല്ലാവരും ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം ടൈമിന് വരും. എനിക്കൊരു 25 മിനിറ്റ് സമയം പിടിച്ചു കേട്ടോ. അത്രയും സമയം എടുക്കും ഇത് മൂത്ത് വരാനായിട്ട്. ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കളറും ചേഞ്ച് ആവും. പിന്നെ നമ്മുടെ റൂമിലും അടുക്കളയിലൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ കയ്യിലൊക്കത്തൊക്കെ നന്നായിട്ട് മണം ചെല്ലും കേട്ടോ. കടലമാവ് മൂത്ത് നല്ലൊരു അടിപൊളി മണമാണ് വരുന്നത്. അപ്പോൾ അത് മൂത്ത് അങ്ങനെ ഒരു മണം വരും വിചാരിച്ചോണം. നമ്മുടെ കടലമാവ് മൂത്ത് നല്ലതായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേക്കുണ്ട് ഇത്രയും പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കാണ് നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള നെയ്യ് ഇരുന്നില്ലേ, അതും കൂടെ മുഴുവൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ചെയ്യാം കേട്ടോ. ഒരു ഇച്ചിരി കൂടി ഡാർക്കിഷ് ബ്രൗൺ കളറുടെ ഇത്രയും പാകം മതി, കണ്ടില്ലേ. ഇനി നമുക്കാണെങ്കിൽ കോയ നമ്മളെടുത്ത് വെച്ചേക്കുന്നത് അത് ഗ്രേറ്ററിനകത്തോടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഒരുപോലെ കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി കോയക്കകത്തും അതിൻ്റെ മോയ്സ്ചറും വെള്ളം കുറച്ച് കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, കണ്ടില്ല. അത് ഇട്ടപ്പോൾ തന്നെയാണെങ്കിൽ വെള്ളം പോലെ ഇങ്ങനെ പൊട്ടുന്ന കൂട്ട് തോന്നില്ലേ അതുപോലെ. അപ്പോൾ അതെല്ലാം ബബിളൊക്കെ ഒന്ന് താന്ന് നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന പാകത്തിന് ഒരു 5-10 മിനിറ്റ് സമയം പിടിക്കത്തില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്ന് നന്നായിട്ടൊരു കളർ ഡാർക്കിഷ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്താലും കൈ വിടാതെ കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ കടായി ചൂടല്ലയോ, അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ പഞ്ചസാര പാനി നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ 400 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചേക്കുന്നില്ലേ, അതിൻ്റെ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. എന്ന് വെച്ചാൽ പഞ്ചാര അധികം വെള്ളം കുറവില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു നൂൽ പാകം ആവുന്ന വരെ നമുക്കൊന്ന് ആക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്യും. ഇവിടെ ആണെങ്കിൽ പുറത്തൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇനി നമുക്കാണെങ്കിൽ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഏലക്ക പൊടിച്ചതും 1/2 ടീസ്പൂൺ നമുക്ക് ജാതിക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് ചൂടായി നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഷുഗർ സിറപ്പ് ഓഫ് ചെയ്തിട്ടില്ലേ, ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ നമുക്ക് ഒഴിക്കാൻ പാടില്ല. 2-3 മിനിറ്റത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അതിനകത്ത്.
ഇനി നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതി മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സായി നന്നായിട്ട് സെറ്റായി വരും. ഇപ്പോൾ നമുക്ക് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കേട്ടോ. കുറച്ച് നേരം കൊണ്ട് ഇതിന് സെറ്റായി കിട്ടും കേട്ടോ. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഒഴിച്ച് സെറ്റാക്കണമെന്ന് വെച്ചാൽ അതിനകത്ത് നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടാണെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്യണം ഇത്. പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റായി കിട്ടും കേട്ടോ. ഇവിടെ 2 മണിക്കൂർ കൊണ്ടൊക്കെ മുറിച്ചെടുത്തായിരുന്നു കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്യാൻ ആർക്കും വയ്യായിരുന്നു, ക്ഷമയില്ലായിരുന്നു. അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ചു. നിങ്ങളൊരു 5-6 മണിക്കൂറത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും കൂടെ ഇതുപോലെ വെതറി കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ മോഹൻതാൾ റെസിപ്പി എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കുക എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.